السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഈ ചാനൽ, ഇതിൻ്റെ പേര് തന്നെ ഇസ്ലാം ആൻഡ് സയൻസ് എന്നാണ്. ഇതിൽ നാം ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനും തിരു ഹദീസുകളിലും അതിൻ്റെ ഓരോ പല പദങ്ങളുടെ ബേക്കിലുള്ള സയന്റിഫിക് റീസർച്ചുകളാണ്. അത് നമുക്ക് ഒരുപാട് വർഷങ്ങളോളം അതിനെ സെർച്ച് ചെയ്താലും അതിനെ പറഞ്ഞാലും തീരാത്തത്ര ഉണ്ട്. ഞാൻ സത്യത്തിൽ ഈ ഖുർആൻ ആൻഡ് മോഡേൺ സയൻസിലെ ഒരു ചെറിയ സ്റ്റുഡൻ്റാണ്. ഏകദേശം 25 വർഷത്തോളമായി വ്യത്യസ്തമായ ഭാഷകളിൽ അറബിക്, ഇംഗ്ലീഷ്, ഉറുദു, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിലായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പല വ്യത്യസ്ത ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും പ്രബന്ധങ്ങളും വായിക്കുന്നത്. ഇത് പറയാൻ കാരണം, ഇനി ചർച്ച ചെയ്യാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല. രാപ്പകൽ 25 വർഷത്തോളമായി വായിച്ചതിൻ്റെ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇന്നത്തെ വിഷയം ആദ്യം തുടങ്ങുന്നത് തന്നെ മാനവരാശി, മനുഷ്യകുലത്തെപ്പറ്റിയാണ്. മനുഷ്യന്മാരെപ്പറ്റി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ 70-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതിയെ, ജനങ്ങളെ നാം ബഹുമാനിച്ചു എന്ന്. ചുരുക്കത്തിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനമുണ്ട്. ആരെയും ഒരിക്കലും തരം താഴ്ന്ന് കാണാൻ പാടില്ല. എല്ലാവരും ബഹുമാനം അർഹിക്കുന്നവരാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു തആല സൂറത്തുൽ ജാസിയയിലെ 3ഉം 4ഉം ആയത്തുകളിൽ പറഞ്ഞു, ഇന്ന ഫിസ് സമാവാതി വൽ അർളി ലആയാതിൻ ലിൽ മുഅ്മിനീൻ വഫീ അൻഫുസിക്കും വഫീ ഖൽഖിക്കും വമാ യബ്സു മിൻ ദാബ്ബ ലിഖൗമി യൂഖിനൂൻ. അതേപോലെ തന്നെ സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറഞ്ഞു 53-ാമത്തെ ആയത്തിൽ, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. സൂറത്ത് ദാരിയാത്തിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. സൂറത്തുൽ ഇൻഫിത്താറിൽ 8-ാമത്തെ ആയത്തിലും അല്ലാഹു പറഞ്ഞു, ഫീ സൂറത്തിൻ മാ ശാഅ റക്കബക്. ആയത്ത് ഓതുമ്പോഴേക്ക് അതിന്റെ പദാനുപദ അർത്ഥം പറയാൻ കഴിയില്ല, കാരണം നമുക്ക് സമയമില്ല. വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. ജാസിയിൽ അല്ലാഹു 3ഉം 4ഉം ആയത്തിൽ പറഞ്ഞതിന്റെ വളരെ ചുരുക്കമാണ് ഞാൻ പറയുന്നത്. അല്ലാഹു തആല പറയുന്നു, ആകാശഭൂമികളിൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമുണ്ട്. നിങ്ങളുടെ സൃഷ്ടിപ്പിലും, അതായത് നാം ഓരോരുത്തരിലും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് ലോകത്തിലെ സർവ്വജന്തുജാലങ്ങളിലും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. സൂറത്ത് ഫുസ്സിലത്തിലും പറഞ്ഞത് അല്ലാഹു തആല അവർക്ക് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ
മെല്ലെ മെല്ലെ കാണിക്കും. അവരുടെ ശരീരങ്ങളിൽ അവർക്ക് ഹക്ക് എന്താണ്, യഥാർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അവരെ മനസ്സിലാക്കാൻ വേണ്ടി. സൂറത്ത് ദാരിയാത്തിൽ 21-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഒഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ട് നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, അതിനെപ്പറ്റി പഠിക്കുന്നില്ലേ, അതിനെപ്പറ്റി ഗവേഷണം ചെയ്യുന്നില്ലേ? അത് വളരെ വലുതാണ് എന്നർത്ഥം. അതിനെ പഠിച്ചാലും തീരാത്ത ഒന്നാണ്. സൂറത്തുൽ ഇൻഫിത്താറിൽ 8-ാമത്തെ ആയത്തിലും അള്ളാഹു പറഞ്ഞത് ഫിഅയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്, ഈ മനുഷ്യൻ എന്നുള്ളത് അത് എന്തോ ഒരു വലിയ രൂപത്തിൽ, അള്ളാഹു ഉദ്ദേശിച്ച വലിയ രൂപത്തിൽ അള്ളാഹു കൂട്ടിഘടിപ്പിച്ച ഒന്നാണ് എന്നാണ്. അതായത് വ്യത്യസ്തമായ കണക്കില്ലാത്ത എണ്ണമറ്റ സാധനങ്ങളെ കൊണ്ട് അള്ളാഹു അസംബിൾ ചെയ്ത ഒന്നാണ് ഈ മനുഷ്യൻ. അപ്പൊ ഇതിൽ നമുക്ക് ഇതിന്റെ റീസർച്ചിനെ പറ്റി ഒരു ചുരുങ്ങിയ നിലക്ക് മനസ്സിലാക്കണം. പക്ഷെ എന്റെ ക്ലാസ്സുകൾ നേരെ കേൾക്കണം, കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. അതായത് പക്ഷെ നേരെ കേട്ടവർക്ക് ഇതെല്ലാം കാര്യം മനസ്സിലാവുകയുള്ളൂ. വളരെ ചുരുക്കിട്ട് പറയുന്നു. അതായത് നമ്മുടെ ആദ്യം തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഈ ബ്രെയിൻ, തലച്ചോറ്, ഇതിന്റെ ഏകദേശം വെയിറ്റ് 1300 ചില്ലര ഗ്രാമാണ്. ഈ 1300 ചില്ലര ഗ്രാമുള്ള ഈ നമ്മുടെ ബ്രെയിനിൽ 10,000 കോടി ന്യൂറോൺസ് ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പിന്നെ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അത് എല്ലാ വിഷയത്തിലും ഉണ്ടല്ലോ. അത് ഓരോന്ന് ശാസ്ത്രജ്ഞന്മാർ റീസർച്ച് ചെയ്യുമ്പോഴേക്ക് അവർക്ക് കിട്ടിയതുപോലെയാണ്. 10,000 കോടി ന്യൂറോൺസുകള് ഈ ഒൻലി 1300 ചില്ലര ഗ്രാമുള്ള ഈ തലച്ചോറിൽ ഉണ്ട് എന്നാണ്. ആ ഓരോ ന്യൂറോൺസിലും അതിന്റെ ആവശ്യങ്ങൾ, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന്റെ പല ആവശ്യങ്ങളും ഉണ്ട്. രണ്ടാമത് ഞാൻ ചുരുക്കി പറയുന്നു, നാം ഇപ്പോൾ ഈ കോവിഡിന്റെ സമയത്തൊക്കെ രോഗപ്രതിരോധ ശക്തിയെ പറ്റി സംസാരിക്കുന്നു. ഇമ്മ്യൂൺ സിസ്റ്റമിന്, രോഗനിരോധക ശക്തി, ഇത് എന്താണ്? അസത്യത്തില് വാരിയേഴ്സ് ആണ്, ആർമികളാണ്, ഭടന്മാരാണ്, ജവാന്മാരാണ്. നമ്മുടെ തടിയില്, നമ്മുടെ ശരീരത്തെ, ഒരു വലിയ ലോകമെന്ന നമ്മുടെ ഈ ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച ഭടന്മാരാണ്. നമ്മുടെ രാജ്യങ്ങളിൽ മിലിറ്ററികളുണ്ട്. ലോകത്തിൽ എല്ലായിടത്തും, എല്ലാ രാജ്യങ്ങളിലും മിലിറ്ററികളുണ്ട്. അവരെ അകത്തും പുറത്ത് ബാഹ്യശക്തികളെയും ഒന്ന് ഉപദ്രവിക്കുന്ന സമയത്ത് അതിനൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി, അവരെടുത്ത് പോരാടാൻ വേണ്ടി. അതേപോലെ അല്ലാഹു തആല നമ്മുടെ ശരീരത്തിൽ നിയോഗിച്ച ഈ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന, രോഗപ്രതിരോധ ശക്തി എന്ന് പറയുന്ന ഈ മിലിറ്ററിയുടെ എണ്ണം എത്ര? 1 ട്രില്യനാണ്. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. 1,00,000 കോടിക്ക 1 ട്രില്യൺ എന്ന് പറയുന്നത്. അതായത് 1,00,000 കോടി മിലിറ്ററി നമ്മുടെ ശരീരത്തില് അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. 1 ട്രില്യൺ. അപ്പോ നാം സാധാരണ കാണാനും കേൾക്കാറും ഉള്ളതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ മിലിറ്ററികളുടെ കയ്യിൽ ഒരുപാട് വെപ്പൻസുകൾ, ആയുധങ്ങളുണ്ട്. അവരാണ് നമ്മുടെ രാജ്യത്തെ കാത്ത് സൂക്ഷിക്കുന്നത്. അവരെപ്പോഴും അവരെ വാഴ്ത്തപ്പെടേണ്ടതാണ്, അവര് നല്ലവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഈ മിലിറ്ററിയുടെ കയ്യില് അങ്ങനെയുള്ള ഏകദേശം 10 കോടി ട്രില്യൺ, 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടി എന്നാ ഞാൻ പറഞ്ഞത്.
അങ്ങനെയുള്ള 10 കോടി ട്രില്യൺ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്, ആന്റിബോഡീസുകൾ അവരുടെ കയ്യിലുണ്ട്. ഇങ്ങനെ ഇൻഷാ അല്ലാഹു തആല തുടർന്ന ക്ലാസ്സുകളിൽ നമുക്ക് അനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ നേരെ കേൾക്കണം. ഒരുപാട് അത്ഭുതങ്ങൾ, അത്ഭുതത്തിന്റെ അത്ഭുതങ്ങൾ, മഹാത്ഭുതങ്ങൾ നമ്മുടെ ശരീരത്തെപ്പറ്റി, പിന്നെ അങ്ങനെ ആരോഗ്യത്തെപ്പറ്റി, മെഡിസിനെ പറ്റി പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമ്മുടെ ഇമാമിങ്ങളുടെ കിതാബുകളിലും പഴയ കാലത്തുള്ള ഈ മെഡിസിന്റെ കിതാബുകളിലും ഇബ്നു സീനെ പോലെ, റാസിയെ പോലെ, അന്താക്കിയെ പോലെയുള്ള മഹാരഥന്മാരെ രചിച്ച ഒരുപാട് അനവധി മെഡിസിന്റെ കിതാബുകളിലും ഇപ്പോഴത്തെ പുതിയ ഗ്രന്ഥങ്ങളിലും എഴുതിയ വിഷയങ്ങളെപ്പറ്റി ധാരാളം ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് നേരെ കേൾക്കണം. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നേരെ കേട്ട് ഇത് ഒരു ദൗത്യമാണ്, എല്ലാവർക്കും ഇത് എത്തിക്കണം. അല്ലാഹു തആല നാം പറയുന്നതിനെയും കേൾക്കുന്നതിനെയും സ്വാലിഹായ അമലാക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.